വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജൂലൈ 15 മുതൽ യൂട്യൂബിൽ വരുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് എന്നെപ്പോലെ തന്നെ നിങ്ങളും അറിഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ന്യൂ യൂട്യൂബേഴ്സിന് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ വലിയ ധാരണ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒരു സ്റ്റഡിയും കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ്, എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. നമ്മുടെ ആരുടെയും ചാനൽ ഡീമോണിറ്റൈസ് ആവാതിരിക്കാനും കണ്ടന്റ് സേഫ് ആക്കി വെക്കാനും ഇവരുടെ പുതിയ റൂൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യൂട്യൂബ് ഇനി മുതൽ ചില പ്രത്യേകതരം വീഡിയോകൾക്ക് ആഡ് കൊടുക്കുന്നില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയുള്ള കണ്ടന്റുകൾക്കാണ് അവർ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരെന്താണ് ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ മെയിൻ പോയിന്റ് പറയുന്നത് റീയൂസ്ഡ് വീഡിയോസ് എന്ന് പറയുമ്പം നമ്മൾ മറ്റൊരാളുടെ വീഡിയോസ് അല്ലെങ്കിൽ ക്ലിപ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് കോപ്പിറൈറ്റ് ഒക്കെ കാര്യങ്ങൾ വരുന്നത് തന്നെയാണ്. ബട്ട് എങ്കിൽ പോലും ചിലവരുടെ വീഡിയോസ് നമ്മളെടുത്ത് സൈഡ് സ്ക്രീനിൽ വെച്ചിട്ട് അവരെ എന്താ പറയുക ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, അവരുടെ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ളതും ഇതിൽ പെടുന്നുണ്ട്. ഇനി AI വോയിസ്, അതായത് നമ്മുടെ സ്വന്തം ശബ്ദവും മുഖവും അല്ലാത്ത വോയിസ് ഓവർ, നമ്മളുടെ മുഖം, മാക്സിമം നമ്മളുടെ മുഖം, നമ്മളുടെ കണ്ടന്റ്, നമ്മളുടെ ശബ്ദം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്ലൈഡ് ഷോകൾ, ചില വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമേജസ് മാത്രം ചേർത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് ഒരു 15 മേ ബി ഹാഫ് ആൻ അവർ, 1 അവർ, 2 അവർ വീഡിയോസൊക്കെ, അതായത് ഒരു സ്ലൈഡ് ഷോ പോലെ ഇമേജ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ്. പിന്നെ റിയാക്ഷൻ വീഡിയോസ്, അപ്പോൾ ചെറിയ കമൻറ്റും പിന്നെ അതിൻ്റെ ഒറിജിനാലിറ്റി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് അത് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ ക്ലിപ്സ് എടുത്തിട്ട് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെതായ ചെറിയ രീതിയിൽ ആണെങ്കിൽ പോലും കമന്റ് ചെയ്താൽ പോലും അവർ കർശനമായിട്ട് അത് നിരോധിക്കാൻ പോവുകയാണ്. അടുത്തത്, ഇനി ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് നോക്കാം. ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പറയുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വ്യൂവേഴ്സ് കറക്റ്റായിട്ട് ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇങ്ങനൊരു റൂള് വന്നതിനെ തുടർന്ന് ഒത്തിരി യൂട്യൂബേഴ്സിന് വളരെ ചെറിയ രീതിയിലെങ്കിലും മാനസികമായിട്ട് അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മേ ബി ഒരു 3000 വാച്ച് അവർ, നിയർ 3000 വാച്ച് അവറിലൊക്കെ നിൽക്കുന്നവരായിരിക്കാം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക അറ്റാക്ക് വരുന്ന പോലെ ആവുന്നത്. ഈശ്വര, ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആകുമോ എന്നൊരു ഭയം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പോസിറ്റീവ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ യൂട്യൂബേഴ്സ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത് നമ്മുടെ ഒതൻറ്റിക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ AI വീഡിയോസും, അപ്പോൾ ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യൂട്യൂബ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത് നമ്മുടെ ഒതൻറ്റിക് കണ്ടന്റ് ഉണ്ടാക്കാനും നമ്മുടെ റിയൽ വോയിസ്, അതുപോലെ ഫേസ്, നമ്മുടെ റിയൽ ഒപ്പീനിയൻ, എക്സ്പ്ലനേഷൻ, ഇതൊക്കെ വ്യൂവേഴ്സിനെ കൂടുതൽ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, യു ഗൈസ് ഡോണ്ട് വറി. ഓക്കെ, നിലവിൽ വ്യത്യാസമില്ലാത്ത 2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. അതായത് പൊതുവെ മുൻപ് ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂളിൽ വ്യത്യാസമില്ലാത്തത് 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 പബ്ലിക് വാച്ച് അവേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ 10 മില്യൺ ഷോർട്സ് വ്യൂസിന് വിത്തിൻ 90 ഡേയ്സിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ്. അപ്പോൾ അതിന് നിലവിൽ ഇതുവരെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ജെനുവൻ ആയിട്ട് കണ്ടന്റ് ചെയ്ത് സ്വന്തം കണ്ടന്റ്, സ്വന്തം ഫേസ്, സ്വന്തം വോയിസ് ഒക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നവരാരും തന്നെ ഭയക്കേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ലൈക്ക് മൈ പേഴ്സണൽ റെക്കമെൻഡ് ഫോർ ദോസ് ഹു ആർ ട്രൈയിങ് ടു മോണിറ്റൈസ് ലൈക്ക് മീ, മോണിറ്റൈസ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ അടുത്ത് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ വീഡിയോസ്, കുക്കിംഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ വ്ളോഗ് ഉണ്ടാകാം, ഈവൻ ലൈക്ക് റിവ്യൂസ് ഇടുന്നവരുണ്ടാകാം, മാക്സിമം നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ വോയിസ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ എന്താ പറയുക, മേക്കപ്പ് ചാനലാണെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് ഫേസ് ടു ക്യാമറ റിവ്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ അവർ പ്രത്യേകം റൂൾസിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ഈവൻ പ്രയർ ചാനലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ റെസിറ്റേഷൻ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ കുക്കിംഗ് ചാനലാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഞാൻ കണ്ടുവരുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് മുഖം കാണിക്കില്ല, കൈ മാത്രം ഇങ്ങനെ മാവ് കുഴയ്ക്കുന്നത്, കത്തിയെടുക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ വീഡിയോയിൽ അവരുടെ ഫേസോ അവരുടെ വോയിസോ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഡിമോണിറ്റൈസ് ആവാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് ഒരു 10 മിനിറ്റ്സ് വീഡിയോയിൽ എവിടെയെങ്കിലും അവരുടെ ഫേസ്, എവിടെയെങ്കിലും അവരുടെ വോയിസ്, അറ്റ്ലീസ്റ്റ് അവരുടെ വോയിസ്, ഫുൾ ഓഫ് വീഡിയോ അവരുടെ വോയിസ് എങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല.
ഇനി ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇനി നമുക്ക് എന്തൊക്കെയാണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫുൾ AI ജനറേറ്റഡ് വീഡിയോസ്, അതായത് ഫുൾ AI ജനറേറ്റഡ് വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ്, അതിലടങ്ങിയിരിക്കുന്ന വോയിസ് പോലും AI-യുടെ ആണെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ്, മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത്, അത് റീപോസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ലോ എഫേർട്ട് സ്ലൈഡ് ഷോസ്, നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് വോയിസ് മാത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ പോളിസി നല്ല ഒറിജിനൽ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഫേക്ക് ഏതാണ് റിയൽ ഏതാണെന്ന് കാര്യമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇക്കാര്യത്തിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശദമായി വായിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്നനുസരിച്ചിട്ട് ഞാൻ മറുപടി ആയിട്ട് വരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ 15 to 20 ഹാഫ് ആൻ അവർ വരെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മളെയും കൂടെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞ് അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ടിരിക്കുന്ന ന്യൂ യൂട്യൂബേഴ്സൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്താൽ ബാക്ക് ടു ബാക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും. അത് ഫേക്ക് ഐഡിയും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലൈക്ക് മോർ ദാൻ 2, 3, 4 IDs ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സബ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഡെഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പോകും. നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡിയിൽ നിന്ന് തന്നെ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് കൊടുക്കാനും അവരിൽ നിന്നും അതേ രീതിയിലുള്ള ഒരു ഒറ്റ ID മതി, അവരിൽ നിന്നും അതേ IDയിൽ തിരിച്ച് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ ഒരുപാട് വ്യൂസ് വരുള്ളൂ. ഈ ഡെഡായി കിടക്കുന്ന ചാനൽ, ഇപ്പോൾ ഇവർ ഈ ID ഉപയോഗിക്കുന്നത് സബ് കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആ IDയിലുള്ള ചാനൽ അല്ലെങ്കിൽ ആ യൂട്യൂബ് തുറക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ പ്രയോജനമില്ല. ചിലവരുടെ കണ്ടിട്ടില്ലേ 7K, 8K, 13K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ബട്ട് നോ വ്യൂസ്, ബിലോ 100 വ്യൂസ് ഉള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്ക് ടു ബാക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.